അഡ്വക്കേറ്റ് സതീഷ് വസന്തിലേക്കാണ്. സതീഷ് വസന്ത്, ഈ പ്രതിസന്ധികളൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾ പരിഹരിക്കും എന്ന് അഡ്വക്കേറ്റ് സതീഷ് വസന്തിന് ഇങ്ങ് തിരുവനന്തപുരത്തിരുന്ന് പറയാൻ കഴിയുമായിരിക്കും. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. കണ്ണൂരിൻ്റെ വളരെ കൃത്യമായ യാഥാർത്ഥ്യമാണ് ഇവിടെ MK ഹരിദാസ് ആയാലും KVS ഹരിദാസ് ആയാലും ചൂണ്ടിക്കാണിച്ചത്. ഇതിൽ വളരെ കൃത്യമായി ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ചകളിൽ PK ശ്യാമളയ്ക്കൊപ്പം ഉയർന്നു വന്ന ഒരു പേരുണ്ട്. N സുകന്യ എന്നാണ് പേര്. അഡ്വക്കേറ്റ് സതീഷ് വസന്തന് ആ പേര് വളരെ പരിചിതമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സുകന്യയും ഭർത്താവ് ജെയിംസ് മാത്യുവും നേരത്തെ SFIയുടെ തീപ്പൊരി നേതാക്കളായിരുന്നു. ജെയിംസ് മാത്യു എത്രയോ നാളായി CPMന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. പൊതുരംഗത്ത് ജെയിംസ് മാത്യു ഇല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ഈ ആന്തൂർ സാജൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ആ സമയത്ത് ഉണ്ടായ ചില തീരുമാനങ്ങളുടെ പുറത്താണ് ജെയിംസ് മാത്യു ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ സുകന്യയെ PK ശ്യാമളയ്ക്കൊപ്പം ജില്ലാ സെക്രട്ടേറിയറ്റിൽ പരിഗണിച്ചു. പക്ഷേ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുമ്പോൾ ആ റിപ്പോർട്ടിംഗ് നടത്തേണ്ട MV ഗോവിന്ദൻ ഒരു കാരണവശാലും ആ ആദ്യം നോക്കി PK ശ്യാമളയുടെ പേര് മാത്രമാണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ CPMന് എല്ലാവിധത്തിലുള്ള ജനാധിപത്യ മര്യാദകളും നഷ്ടമാകുന്നു എന്നല്ലേ ഈ ഒരൊറ്റ ഇൻസിഡന്റ് സൂചിപ്പിക്കുന്നത്? അഡ്വക്കേറ്റ് സതീഷ് വസന്ത്. നീലിമ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എല്ലാ പാർട്ടിയിലും ഇതുപോലത്തെ പ്രതിസന്ധി നേരിട്ടുണ്ട്. ഇപ്പം BJPയിലിരിക്കുന്നു. പണ്ട് മുകുന്ദേട്ടനായിരുന്നു. എൻ്റെ കൊച്ചിലെ മുതൽ കേട്ടനാണ് BJPയിലെ ഒരു കാലത്ത് മുകുന്ദേട്ടൻ. ആ മുകുന്ദേട്ടനൊക്കെ ഇന്ന് എവിടെ ഇരിക്കുന്നു? ഇവര് BJPയിലെ ലീഡേഴ്സ് എവിടെ നിൽക്കുന്നു? എല്ലാ കാലങ്ങളിലും ആ ഒരു ഞാനിത് പറയുന്നത് അല്ല BJPയിലെ നേതാക്കൾ PP മുകുന്ദൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നോക്കൂ. പറഞ്ഞത് നിങ്ങൾ അല്ല പിന്നെ ആരെയാണ് പറയുന്നത്? എത്രയും BJPയിലെ ലീഡേഴ്സ് ഉണ്ടായിരുന്നു. കോൺഗ്രസിലും ഇതുപോലെ അല്ലേ എല്ലാ ലീഡേഴ്സും പഴയ ലീഡേഴ്സ് മാറിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്. നോക്കൂ, കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് എല്ലായിടത്തേക്കും ഇപ്പൊ മണ്ഡലം കയ്യിൽ വെച്ച MV ഗോവിന്ദൻ 4ാം തവണ ഭാര്യയ്ക്ക് കൈമാറുമ്പോൾ അതിനെ കുടുംബാധിപത്യം എന്നാണ് വിശേഷിപ്പിക്കേണ്ടത്. നോക്കൂ, അദ്ദേഹം അല്ല ഞാൻ ഒരു നിസ്സാര കാര്യം, ശ്രീ സഖാവ് ശ്യാമള ടീച്ചർ അവരെന്ന് പറയുന്നത് ഈ വീട്ടിൽ ഇരുന്ന് അവരെയാണോ പിടിച്ചെടുത്ത് അവിടെ സ്ഥാനാർത്ഥിയാക്കി? അതല്ലല്ലോ. അവർ നേരത്തെ SFIയിലെ കൂടെയും മഹിളാ അസോസിയേഷൻ്റെ കൂടെയും വലിയ നേതാവായിട്ട് ഇരുന്നിട്ടുള്ളതല്ലേ CPMൻ്റെ. അവർ ആന്തൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടല്ലേ വന്നിട്ടുള്ളത്. അല്ലാതെ സുപ്രഭാതത്തിൽ വീട്ടിൽ ഇരുന്ന ആളിനെ അല്ല. പക്ഷേ എന്തുകൊണ്ട് 6 പതിറ്റാണ്ട് തളിപ്പറമ്പിലെ CPM രാഷ്ട്രീയത്തിൽ അധികായനായിരുന്ന TK ഗോവിന്ദനെ ഇക്കാര്യങ്ങൾ എന്തുകൊണ്ട് ബോധ്യപ്പെടുത്താൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല? അവിടെയല്ലേ പാർട്ടിയുടെ പരാജയം. ഒരുപക്ഷെ ഈ MV ഗോവിന്ദൻ സൂചിപ്പിച്ചതുപോലെ, ഇന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ വലിയ രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ ഒരുപക്ഷെ PK ശ്യാമളയ്ക്ക് ഉണ്ടാകാം. പക്ഷേ PK ശ്യാമളയുടെ പേരിനേക്കാൾ അധികം SFIയുടെ ആയാലും DYFIയുടെയും ഒക്കെ സമര രംഗത്ത് തിളങ്ങി നിന്നിരുന്ന പേര് ജെയിംസ് മാത്യു, അതുപോലെ N സുകന്യ എന്നുള്ള പേരുകളൊക്കെ ആയിരുന്നു. അവരൊന്നും ചിത്രത്തിൽ പോലും ഇല്ല. MV ഗോവിന്ദൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം ഈ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ഇടം പിടിച്ചു എന്നാണ് ഉയർന്ന വിമർശനം. അത് നിങ്ങളുടെ CPM നേതാവ് തന്നെയാണ് പറയുന്നത്. അതിനൊരു മറുപടി വേണ്ടേ? അല്ല ഞാൻ പറയുന്നത് ഞാനൊരു കാര്യം പറ്റും. അത് CPMൻ്റെ നേതാക്കൾ പറയും. ഞാനൊരു LDFൻ്റെ നേതാവാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ CPMൻ്റെ നേതാവല്ല. ഒരു കാര്യം പറയുന്നത് CPMൻ്റെ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായി LDFിൽ നിൽക്കുന്ന ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാൻ പറയുന്നത് നേരത്തെ ഇപ്പം സഖാവ് ഗോവിന്ദന് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇതിന് മുമ്പേ അദ്ദേഹം അഭിപ്രായം വെളിയിൽ പറയുമായിരുന്നു. അതല്ലേ നമ്മളെ കാര്യങ്ങൾ.